ഈ റൈസ് കുക്കർ ഉള്ളതുകൊണ്ട് കാര്യങ്ങളൊക്കെ ഭയങ്കര എളുപ്പാട്ടാ. രാവിലെ ഒന്നും കൂടി ചോറ് വെന്തോ നോക്കിട്ട് ഒന്നുകൂടി തിളപ്പിച്ചിട്ടാ ഞാൻ ഊറ്റുന്നത്. ഇന്നലെ ചന്തയിൽ പോയപ്പോ മേടിച്ച ചീരയാണ്. ആദ്യം തന്നെ അത് എടുത്തിട്ട് നമുക്ക് തോരൻ വെക്കാന്ന് വിചാരിച്ചുട്ടാ. ഞാൻ എപ്പോഴും പറയാറില്ല ഈ ചീരയില് ഉപ്പ് മാത്രമല്ലാണ്ട് വേറെ ഒന്നും ഇടാൻ പാടില്ലട്ട വിനുന്. പിന്നെ നമ്മൾ ഇന്നലെ കാശ്മീരിൽ അങ്ങോട്ട് കയറ്റി വെച്ച ചെമ്മീൻ ഉണ്ടല്ലോ, അത് ഇങ്ങോട്ട് എടുത്തിട്ട് അതിനകത്തുള്ള മസാല ഒക്കെ പരട്ടി പൊരിക്കാനായിട്ട് റെഡി ആക്കി വെച്ചിട്ടുണ്ട്. അത് അങ്ങോട്ടൊരു സൈഡിലോട്ട് മാറ്റി വെച്ചിട്ട് വീണ്ടും ഞാൻ ഫ്രിഡ്ജ് തുറന്ന് ആലോചിച്ചോണ്ടിരിക്കട്ടാ, കാരണം ഇനി എന്ത് തോരൻ വെക്കുന്നുള്ളത്. അപ്പോഴാണ് വെണ്ടയ്ക്ക് എന്നെ നോക്കിയിട്ട് എന്നെ എടുക്കുന്നു പറഞ്ഞോണ്ടിരിക്കണം. അപ്പൊ പിന്നെ ഞാൻ അത് എടുത്തിട്ട് അങ്ങോട്ട് വെട്ടിക്കൂട്ടി നേരെ അടുപ്പത്തേക്ക് ആക്കിയിട്ട് തോരൻ വെക്കാം. അപ്പോഴേക്കും നമ്മുടെ ചെമ്മീനിൽ മസാല ഒക്കെ പിടിച്ചു വന്നിട്ടുണ്ട്. അത് പിന്നെ ചട്ടിയിൽ വെച്ച് ഓരോന്നോരോന്നായിട്ട് നല്ല രീതിക്ക് പൊരിച്ച് അങ്ങോട്ട് എടുത്തുട്ടാ. പിന്നെ വിനുവിന്റെ ചോറും പാത്രം എടുത്തിട്ട് അതിലേക്ക് ചോറിടുന്ന പരിപാടിയായിട്ടായി. ഇന്ന് ഫുള്ള് വിനുവിന് ഒരു പച്ചക്കറിമായാണ്. ആകെ നോൺ ആയിട്ട് ഇതായത് ചെമ്മീൻ മാത്രമുള്ള. വിനുവിന്റെ ലഞ്ച് ബോക്സ് പ്രിപ്പറേഷൻ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യാനായിട്ട് മറക്കരുത്. കുറച്ച് നാൾ മുന്നേ വരെ ഇതിന്റെ അടപ്പ് എനിക്ക് അടയ്ക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. വിനു ആയിട്ട് അടച്ചോണ്ടിരുന്നത്. ഇന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന്റെ ഒരാൾക്കൂടെ വാരി കൊടുക്കലായിട്ടാ. അപ്പൊ നിങ്ങൾ വിചാരിക്കും നേരം വൈകിട്ട് സമയം ഇല്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ വാരി കൊടുക്കുന്നത്. അങ്ങനെ നല്ലട്ടാ, ഇടയ്ക്കിടയ്ക്ക് ഇവിടെ ഇങ്ങനെയൊക്കെയാണ്. അങ്ങനെ ലഞ്ച് ബോക്സ് റെഡി ആക്കി ടാറ്റയും കൊടുത്ത് പറഞ്ഞു വിട്ട ആള് കറക്റ്റ് 1 മണിയായപ്പോ തിരിച്ചു വന്നേക്കണോ വീട്ടിലേക്ക്. എന്തിനാ വന്നേ? ഇന്ന് ഞാൻ രാവിലെ ചോറൊക്കെ തന്ന് ജോലിക്ക് പറഞ്ഞു വിട്ടല്ലടാ. എന്തിനാടാ പിന്നെ വന്നേ? വന്നപ്പോഴേ പറഞ്ഞു വണ്ടി ഡിക്കിൽ ഒരു സാധനം ഉണ്ട്, വേണമെങ്കിൽ പോയി എടുത്തോന്ന്. കേട്ട പാതി കേൾക്കാത്ത പാതി അപ്പൊ തന്നെ ഞാൻ പോയി അത് പറക്കി വാരി എടുത്തോട്ടാ. നല്ല ചൂടുള്ള പപ്സിന്റെ പൊതി പിന്നെ ഞാൻ രാവിലെ കൊടുത്തോട്ടാ. അതേ ചോറും പാത്രം. ഒട്ടും ക്ഷമില്ലാത്തോണ്ട് ആ പപ്സ് അങ്ങോട്ട് വയറ്റിലാക്കിട്ടാ. പാത്രമുള്ള ഗൈസ് ബൈ.